ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻറ്റ്സ് ഓഫ് വാഗമണിൽ ഇന്ന് പറയാൻ പോകുന്നത് വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ചാണ്. 1815 ഓഗസ്റ്റ് 16 തീയതിയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ ജനിച്ചത്. ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ഡോൺ ബോസ്കോയുടെ ജനനം. ഡോൺ ബോസ്കോയ്ക്ക് 2 വയസ്സായിരുന്നപ്പോൾ ഡോൺ ബോസ്കോയുടെ പിതാവ് മരിച്ചു. അതിനുശേഷം ഡോൺ ബോസ്കോയെ നോക്കിയിരുന്നത് അമ്മയായ മാർഗറ്റ് ആണ്. മകനെ ദൈവഭയത്തോടു കൂടി വളർത്തിയിരുന്നു. ഡോൺ ബോസ്കോയ്ക്ക് 9 വയസ്സായിരുന്നപ്പോൾ ഡോൺ ബോസ്കോ ഒരു സ്വപ്നം കണ്ടു. അതിതായിരുന്നു: തൻ്റെ ചുറ്റും നിരവധി കുട്ടികൾ നിരന്നു നിൽക്കുന്നതും അവരുടെ നന്മ തിന്മകൾ പഠിപ്പിക്കാൻ ഒരു ദിവ്യ പുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വിനിത എല്ലാം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. ആ സ്വപ്നം അവൻ്റെ അമ്മയോട് പറയുകയും അമ്മ തൻ്റെ മകൻ ഒരു വൈദികനാകും എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഡോൺ തൻ്റെ സർക്കസ് വിദ്യകൾ കൊണ്ട് കുട്ടികളെ തൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കുകയും അതുവഴി ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഡോൺ പഠിച്ചിരുന്നത്. 1941 ജൂൺ 5 തീയതിയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ വൈദികനായത്. കുട്ടികൾക്കായുള്ള ഒരു ഭവനം അവൻ്റെ അമ്മയുടെ സഹായത്താൽ പണിയുകയും അതിന് ബോയ്സ് ടൗൺ എന്ന് പേരിടുകയും ചെയ്തു. അതിൽ നിരവധി കുട്ടികൾ ചേരുകയുമുണ്ടായിരുന്നു. 1986 ഡിസംബർ 11 തീയതി അദ്ദേഹത്തിൻ്റെ അവസാനമായി ബലിയർപ്പിച്ചത്. തളർവാദം അദ്ദേഹത്തെ പിടികൂടി. തുടർന്ന് 1888 ജനുവരി 31 തീയതി അദ്ദേഹത്തിൻ്റെ 72ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. വിജയമാതാവിനോട് ഡോൺ ബോസ്കോയ്ക്ക് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു. നമുക്കും മാതാവിനെ സ്നേഹിച്ചും കുട്ടികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കാം. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. നിന്നാൽ കഴിയുന്നത് മുഴുവനും നീ ചെയ്യുക, ശേഷം ദൈവവും ദൈവമാതാവും ചെയ്തുകൊള്ളും.